ഹലോ, ഇവിടെ ഇപ്പോൾ പുറത്ത് നല്ല തണുപ്പൊക്കെയാണ്. എന്നാലും ഞങ്ങൾ പുറത്ത് പോയി ഇടയ്ക്ക് ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാറുണ്ട്. അപ്പോൾ അതൊരു ഡെയിലി റുട്ടീനിലേക്ക് കടന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം ഞാൻ ദോശ ഐറ്റംസിലാണ് കൂടുതൽ ഒരു ഇൻട്രസ്റ്റ് കണ്ടിട്ടുള്ളത്. എനിക്കറിയില്ല, ഒരു തമിഴ് ടച്ചിലേക്ക് ഞാൻ മാറിയോ എന്നറിയില്ല. പിന്നെ ഞങ്ങൾ നേരെ പോയത് പെറ്റ് ഷോപ്പിലേക്കാണ്. അപ്പോൾ ഒരു ഷിറ്റ്സുവിനൊക്കെ നിങ്ങൾ കണ്ടല്ലോ. പിന്നെ ഡിഫറെൻറ്റ് കളേർഡ് ആയിട്ടുള്ള ക്യാറ്റ്സ് ഉണ്ട്. അവരുടെ കളി കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. ഒരുപാട് ടോയ്സൊക്കെ വെച്ചിട്ട് അവിടെയുള്ളവരെ അവരിങ്ങനെ കളിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ക്യാറ്റ്സ് ഉണ്ടായിരുന്നു. ക്യാറ്റ്സ് തന്നെയാണ് എന്നെ കണ്ണിലുടക്കിയത്. പിന്നെ ഡോഗ്സിനെ മേടിക്കാനൊന്നും ഒരു വഴിയില്ല. കാരണം എൻ്റെ ഒരു തിയറി എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു ജീവിനെ മേടിക്കുന്നുണ്ടെങ്കിൽ നമ്മളതിനെ സ്നേഹിക്കണം. പിന്നെ നമ്മളതിനെ പാതി വഴിക്ക് ഇട്ടേച്ച് പോകുന്ന പരിപാടി എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. നമ്മൾ അതിൻ്റെ മരണം വരെ നമ്മളതിനെ സ്നേഹിച്ച് അതിനെ നമ്മുടെ കൂടെ തന്നെ കൂട്ടണം എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോഗ്സൊന്നും നമുക്കിപ്പോൾ പോസിബിൾ അല്ല. ഈ ഒരു ചാടക്കാരിയെ കണ്ടോ? ഇത് ആര് വന്നാലും പോയാലും ഇതിനൊരു പ്രശ്നമില്ലാത്ത പോലെ അവളിങ്ങനെ നിൽക്കുകയാണ്. അവളാണോ അവനാണോ എനിക്കറിയില്ല. പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാറ്റ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവരുടെ കളി തന്നെ കാണാൻ ഭയങ്കര ഒരു രസമാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഇവിടെ വന്നപ്പോൾ ഒരു മുയലിനെ വാങ്ങാൻ ഭയങ്കരമായിട്ടൊരു മുയലിനോടൊരു ക്യൂരിയോസിറ്റി കണ്ടപ്പോൾ ഒടുവിൽ നമ്മളൊരു മുയലിനെ മേടിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെങ്ങനെ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് വേണം മേടിക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മുയലിനെ വളർത്തിയ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ നമ്മളൊരു ത്രില്ലിംഗ് ആയിട്ട് ഉള്ള ഒരു ഡേ തന്നെയായിരുന്നു. അങ്ങനെ പോയി. അപ്പോൾ താങ്ക് യു.